എന്റെ അപ്പച്ചനുണ്ടാക്കിയ കമ്പനിയാ അത്. കള്ളത്തരത്തിൽ ഇവളത് തട്ടിയെടുത്തതും അതിന്റെ തലപ്പത്തിരുന്ന് നീ സുഖിക്കുന്നതും പോരാഞ്ഞ് തമ്മാടത്തിന് പറഞ്ഞു വരുത്തുന്നോ? എനിക്ക് ഇഷ്ടമുള്ള പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ തടയേ. സ്റ്റേഷനിൽ ചെന്ന് പരാതി പിൻവലിക്കുന്നീ മനസ്സില്ല. വീട്ടിൽ അതിക്രമിച്ച് കയറി ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കൂടി ഞാൻ നാളെ പരാതി കൊടുക്കും. കള്ള പരാതി കൊടുത്ത നിന്നെ വെറുതെ വിടത്തില്ല ഞാൻ. കരുതിയിരുന്നോ നീ? നല്ല സ്ട്രോങ് ആയിട്ടൊരു പെറ്റീഷൻ കൊടുക്കണം മോനെ. വേണമെങ്കിൽ എവളെ അവമാനിച്ചെന്നും പറഞ്ഞു കൊടുത്തോ, ഞാൻ പറയാം സാക്ഷി. അയ്യോ ചോര. ചേച്ചി മരുന്നുണ്ടോ ഇവിടെ? ഹോസ്പിറ്റലിൽ പോവാം നമുക്ക്. ഏയ് വേണ്ട വേണ്ട, ഇച്ചിരി ഉപ്പ് വെച്ച വേഗം ഉണങ്ങിക്കോളൂ. ഉപ്പ് കുറച്ച് ഇവൾക്കും കൊടുത്തേര്. അവളുടെ മനസ്സും വല്ലാതെ അങ്ങ് മുറിഞ്ഞിട്ടുണ്ട്. അവളും വെച്ച് കെട്ടട്ടെ. എന്തിനായിരുന്നു ചൂരനോട് ഇത്ര ദേഷ്യം? അതിന് മാത്രം മോശത്തിലൊന്നും ചൂരൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും നീ എന്റെ മനസ്സ് കാണുന്നില്ല. അതാ ചൂരന്റെ ഭാഗം പിടിക്കണേ. ഞാൻ ആരുടെയും ഭാഗം പിടിച്ചതല്ല. 4 വാക്കിന്റെ പുറത്ത് പറഞ്ഞു വിടേണ്ടതിന് പകരം തല്ലാൻ പോയത് എന്തിനാ? ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ വെറുതെ ശത്രുത ഉണ്ടാക്കി വെച്ചു. അത് വേണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ചൂരൻ ശത്രുവായാലും അതോടെ കരിമനങ്ങ് വീണു പോവല്ലേ. അവനൊന്നും എന്നെ തൊടാനൊക്കെയല്ലേ ചിന്നു. 4 ദിവസം പകയും കൊണ്ട് നടക്കും. 5-ാം ദിവസം വാലും ചുരുട്ടി ഇങ്ങോട്ട് തന്നെ വരും. എന്തോ മനസ്സിന്റെ സന്തോഷം കെട്ട പോലെ തോന്നുക. ഛേ, ചൂര്യൻ പടങ്ങിയത് നീ എന്തിനാ ചിന്നു വിഷമിക്കുന്നേ? അവൻ നിന്നോട് പറഞ്ഞെന്താ? ആദിവാസികളെ നന്നാക്കാൻ ശ്രമിക്കാതെ നീ ഈ കുടി പെറ്റി കിടന്നാൽ ശരിയാവത്തില്ലെന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? നീ കല്യാണം കഴിക്കാനും പാടില്ല, പെറാനും പാടില്ലെന്നല്ലേ? എന്റെ തോളി കയറ്റി നടന്നിട്ട് ഞാനില്ലാത്ത നേരത്തെ നിന്റെ അടുത്ത് ഇതുവന്ന് പറയാൻ കൊള്ളാവോ? ഇല്ല, സമ്മതിച്ചു. പക്ഷെ മുള്ളുകൊണ്ട് എടുക്കേണ്ടത് മൺവെട്ടി കൊണ്ട് കിളച്ചെടുത്ത പരുവായി. ആ വിഷയം അങ്ങ് വിട് നീ. ദേ, നാളെ നിനക്ക് സാരി വാങ്ങാൻ ഞാനും മുത്തിയമ്മയും കൂടി അത്തേരി ടൗണിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ ആചാരം നോക്കാണ്ട് നീ കൂടി പോര്. അത് വേണ്ട, മുത്തിയമ്മയ്ക്ക് പിടിക്കൂല. കരിമൻ വാങ്ങിയാ മതി. ഏത് നിറം നിനക്കിഷ്ടം? കരിമന്റെ മനസ്സിന്റെ നിറം. മേലോട്ടുള്ള കളി വേണ്ട. ചെറ്റേ, മേലെ എന്റെ മുമ്പിൽ കണ്ടുപോരുത് നിന്നെ. ആദിവാസികളെ നന്നാക്കാൻ നടക്കുന്നു. എടാ, കാടും നാടും ഒക്കെ നന്നാക്കാൻ നടന്നവരാ ഞങ്ങള്. കുടുംബത്തിൽ കയറി പാറവച്ചാലുണ്ടല്ലോ, കെട്ടുകത്തി എടുത്ത് കണ്ടിക്കാനും മടിയൊന്നുമില്ല. പാമ്പിനെ നീ നോവിച്ചു വിട്ടെ, ഓർത്തു വെച്ചോ. ഇല്ലടാ, ഈ ജന്മത്ത് നീ ചിന്നുവിനെ കല്യാണം കഴിക്കില്ല, കഴിപ്പിക്കില്ല നിന്നെ. എന്നാത്തിനാ മോനെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയേ? ഓ, ഇതിപ്പോ മൊത്തത്തിൽ കുഴയുമല്ലോ. ടീനെ റിച്ചിയും പരാതി കൊടുത്തത് നീ കൊച്ചിനെ കൊന്നൊന്നും പറഞ്ഞല്ലേ? നീ പറയുന്നു അവര് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്ന്. പോലീസാണെങ്കിൽ കൊച്ചിനെ ഇപ്പോഴും തെരഞ്ഞോണ്ടിരിക്കുക. അതിനിടയ്ക്ക് ടീനയുടെ വീട്ടിൽ ചെന്ന് കയറേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഇനിയിപ്പൊ അതും അവര് കേസാക്കും. ഓ, കേസാക്കട്ടെ. എല്ലാം കൂടി ഒരു 100 കേസ് എന്റെ തലേ വന്ന് വീഴട്ടെ. തടുക്കാൻ പറ്റുന്ന തടുക്കും, ഇല്ലെങ്കിൽ തല നീട്ടിക്കൊടുക്കും. അങ്ങനെ അങ്ങ് തോറ്റു കൊടുത്താൽ എങ്ങനാ? നീ തെറ്റുകാരനല്ലല്ലോ. കൊച്ചിന്റെ കാര്യത്തിലും അല്ല, വൈദ്യരുടെ കാര്യത്തിലും അല്ല.
പിന്നെ മാത്യൂസിന്റെ കാര്യം, ആ ചതിയന് കർത്താവ് കൊടുത്തോളും. കേസൊന്ന് ഒതുങ്ങി കിട്ടുന്നവരെ അവരെ സഹിക്കാൻ ഞാനും തീരുമാനിച്ചു. എപ്പോഴാ ആ ചതിയൻ ആ ബാംഗ്ലൂരുകാരി പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുന്നത്? അറിയത്തില്ല അമ്മച്ചി. 5 ലക്ഷം വാങ്ങി പോയ പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ആ പോക്ക് പോയതാ. ഓ, അതവന്റെ അവസാനത്തെ പോക്കായിരിക്കണേ എന്റെ പൊന്നും കുരിശ് മുത്തപ്പ. ഇനി ഇങ്ങോട്ട് വരാതിരുന്ന രക്ഷപ്പെട്ടു. ചിലപ്പോ ബാംഗ്ലൂർ തന്നെ കൂടിക്കാണും. അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ തോന്നുന്നില്ല അമ്മച്ചി, ആ പെണ്ണിനെ കൂടി ഇങ്ങോട്ട് കയറി വരാൻ തന്നെ സാധ്യത. ആ വരട്ടെ, വരുന്ന വരവിന് തന്നെ ചൂലെടുത്ത് അടിച്ചോടിക്കണം, അതാ വേണ്ടത്. അതൊന്നും അല്ല അമ്മച്ചി ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞാ ഈ വീട്ടിൽ വന്ന ഉടനെ കാണാതായതാ എനിക്കിപ്പോ കുരിശായിരിക്കുന്നേ. 2 ദിവസം മുമ്പ് സെലീനയുടെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നെങ്കിൽ കാര്യങ്ങൾ എനിക്ക് അനുകൂലമായി വന്നേനെ. കഴിഞ്ഞു പോയതിനെ മാറ്റിമറിക്കാൻ നോക്കുവാന്നോ നീ? ഇനി വരാൻ പോണതിനെ തടുക്കാനുള്ള വഴി എന്താന്ന് ചിന്തിച്ചുറപ്പിക്ക്. വൈദ്യരുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ വണ്ടി തമിഴ്നാട്ടിലെങ്ങാനും കൊണ്ടുപോയി വിറ്റാലോ എന്നോ ഞാൻ ആലോചിക്കുന്നേ. അതെന്നാത്തിനാ? വണ്ടി എന്നാ പിഴച്ചു? ആ വണ്ടിയിലല്ലേ അമ്മച്ചി വൈദ്യരെ കടത്തിയത്. ആ വഴിക്ക് പോലീസിനൊരു സംശയം തോന്നിയാ മണത്ത് പിടിക്കാനൊക്കെ പോലീസിന് പറ്റും. വണ്ടി കാണാതായ പിന്നെ പ്രശ്നമില്ലല്ലോ. എങ്കിൽ അതുടനെ അങ്ങ് ചെയ്യരുതോ? എന്നാത്തിനെ വെച്ച് താമസിപ്പിക്കുന്നേ? അതും സെലീനയുടെ കണ്ണിപ്പെടാതെ വേണ്ട അമ്മച്ചി ചെയ്യാൻ. അവൾ എല്ലാ ദിവസവും എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയല്ലേ. 2 ദിവസം ഒഴിവ് കിട്ടിയല്ലേ വണ്ടി കടത്താൻ പറ്റൂ. എന്റെ കർത്താവേ, ഞങ്ങളെ കിടത്തി പൊറപ്പിക്കുകയല്ലേ നീ? 3 നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിന് ഇതാണോ നീ പകരം തരുന്നേ? അപ്പച്ച, അമ്മച്ചി, അനന്തേട്ടാ, ഞാൻ സ്വയം ഏറ്റെടുത്ത എൻ്റെ ദൗത്യം പൂർത്തിയായി. ഇപ്പൊ തോന്നുന്നു എൻ്റെ ജന്മലക്ഷ്യം തന്നെ ഇതായിരുന്നു എന്ന്. മണ്ണോട് മണ്ണായി തീർന്നു പോകുമായിരുന്ന ഒരു ജീവിതകഥ വരും തലമുറയ്ക്ക് വേണ്ടി ഞാൻ കടലാസിൽ പകർത്തി. ചോര നീരാക്കി മണ്ണിൽ സ്വർഗം പണിത കുറെ മനുഷ്യസ്നേഹികളുടെ കഥ, അവരുടെ സ്നേഹത്തിൻ്റെയും സ്നേഹഭംഗത്തിൻ്റെയും കഥ. എന്താ സോഫി? ഒന്നുമില്ല. നോവല് തീർന്നു. അതിൻ്റെ ഒരു വല്ലാത്ത മൂഡ്. അകം പൊള്ളയായ പോലെ, അപ്പൂപ്പൻ താടി പോലെ. കന്നിമണ്ണ്. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്ര എഴുതി തീർന്നല്ലോ. സോഫിയെ സമ്മതിച്ചിരിക്കുന്നു. ഒന്നും ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കണ്ടല്ലോ. ഒക്കെയും കൺമുന്നിൽ തെളിയും. അതൊക്കെ ഞാൻ പകർത്തി. ഞാനുണ്ടോ ഈ കഥയില്? പിന്നെന്താ, നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തെയും മറന്ന് എനിക്കൊന്നും എഴുതാൻ പറ്റില്ല. തീർന്നു മമ്മി. ആ, എക്സലന്റ്. കന്നിമണ്ണ്, വെർജിൻ സോയിൽ. ദേ, ഈ കഥ മമ്മിയുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവാ. ഒരു IAS എങ്ങനെ വന്നാലും സർവീസ് സ്റ്റോറിയല്ലേ എഴുതൂ. പക്ഷേ മമ്മിയുടെ നോവലിൽ നീരേറ്റ് കുടുംബത്തിന്റെ കഥയാ. നമ്മളെല്ലാവരും ഇതിലെ കഥാപാത്രങ്ങളും. എഴുതി തീർന്നപ്പോ മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം താഴെ വെച്ചതുപോലെ. മമ്മി, ഇപ്പം മമ്മിക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞോ? എന്നെപ്പറ്റി കുറെ ദൂഷ്യമൊക്കെ കഥയിലുണ്ട്, അതെനിക്ക് ഉറപ്പാ. ഉണ്ട്. മമ്മി കൺമുന്നിൽ കണ്ടതും അനുഭവിച്ചതും ഒക്കെ നന്മ മാത്രമല്ല. നമ്മൾ ചിരിക്കുമ്പോഴും കരയുമ്പോഴും കണ്ണു നിറയാറുണ്ട് മോളെ. 2 കണ്ണീരിനും നിറവും ഒന്ന്, രുചിയും ഒന്ന്. ഉപ്പിന്റെ രുചി. ജീവിതം ഉപ്പ് പോലെ തന്നെയാ. നൊമ്പരത്തെയും സന്തോഷത്തെയും ഒരുപോലെ കാണാനാ ജീവിതം എന്നെ പഠിപ്പിച്ചത്.
നിങ്ങളൊക്കെ പ്രത്യേകിച്ചും. എൻ്റെ മോളും അത് തന്നെ എന്നെ പഠിപ്പിച്ചു. ഇഷ്ടപ്പെട്ടാടി ചിന്നു. ഓ, ഇതിലിപ്പോ ഇഷ്ടത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കല്യാണത്തിന് ഒരു ചേല ഉടുക്കണം, അത്ര തന്നെ. ഒറ്റ നേരം ഉടുക്കാൻ വില പിടിച്ച സാരി വാങ്ങുന്നത് തന്നെ തെറ്റാ. പിന്നെ ഇതൊരിക്കലും ഉടുക്കൂലല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിത്തരാന്ന് കടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. വേറെ നിറം നോക്കണോ? ഏയ്, ഇഷ്ടപ്പെടാഞ്ഞിട്ട് പറഞ്ഞതല്ല ഞാൻ. നമ്മുടെ ഊരിൽ തന്നെ ഒരു നേരം മാത്രം വല്ലതും കഴിച്ച് മുണ്ടു മുറുക്കി ഉടുത്ത് നടക്കുന്ന എത്രയോ പേരുണ്ട് കരിമ. ഈ സാരി വാങ്ങിയ കാശുകൊണ്ട് ഊര് മുഴുക്കി ഒരു സദ്യ നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വേണ്ട വേണ്ട, മൂക്ക് മുട്ട തിന്നിട്ട് ഇല്ലാത്ത കുറ്റം പറഞ്ഞിട്ട് പോകാനെ കൊണ്ട്. അതെ ജിനു, ഇല്ലാത്തവൻ്റെ ഇടയിലുണ്ട് അസൂയയും പകയൊക്കെ. ചൂരിൻ്റെ കാര്യം തന്നെ നീ കണ്ടതല്ലേ? ചൂര്യൻ എന്ത് പറ്റിയടാ? ഇവര് തമ്മിൽ തല്ലുകൂടി ചൂര്യൻ പിണങ്ങി നടക്കുക. ആണോടാ കരിമാ? ഉം. പിന്നെന്തിനാ അവൻ എന്റെ കുടിയിൽ വന്ന് കൊച്ചിനെ പറ്റി 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചത്? കൊച്ചിനെ പറ്റിയോ? തന്നടി മോളെ. എന്താ ചോദിച്ചേ? ഇവിടെ കണ്ട ആ കൊച്ച് എവിടുന്ന് വന്നതാ, ആരുടെ കൊച്ചാ, അത് പിന്നെ എങ്ങോട്ട് പോയി, ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ. എന്നിട്ട് മുത്തിയമ്മ എന്തു പറഞ്ഞു? എനിക്കറിയണ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിനെ പുഴയെന്ന് കിട്ടിയതാ, കല്യാണം അടുത്തത് കൊണ്ട് കൊച്ചിനെ ആർക്കോ വളർത്താൻ കൊടുത്തു എന്ന് പറഞ്ഞു. അല്ലേ, നീയും ചൂര്യനും തമ്മിൽ തല്ലുകൂടിയ വിവരം ഞാൻ അറിഞ്ഞോ? അതെന്തിനായിരിക്കും കരിമ ചൂര്യൻ ആ കുഞ്ഞിനെ പറ്റി തിരക്കിയത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനി ആ കൊച്ചിനെ കണ്ടുപിടിച്ച് കല്യാണ ദിവസം അത് എൻ്റെ കൊച്ചാന്ന് മറ്റേ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനായിരിക്കുമോ? ഏമാനെ, ആ, എന്താ ചൂര്യ വിശേഷം? ഒരു കാര്യമുണ്ടേ പറയാൻ. പറഞ്ഞോളൂ. പരാതിയാണെങ്കിൽ റൈറ്ററെ വിളിക്കാം. പരാതിയല്ലേ, ഒരു വിഷയം. എങ്കിൽ പറ. സാറും ചിന്നുവും തമ്മിൽ വലിയ അടുപ്പമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടം വരെ വന്നത്. 4-5 ദിവസം ചിന്നുവിൻ്റെ കുടിലിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നേ. വെളുത്ത ഒരു തീരെ ചെറിയ കുഞ്ഞോ? അതെ സാറേ, അതിപ്പോ അവിടെ ഇല്ല. ഞാൻ മുത്തിയമ്മയോടും ബാക്കി ഊരിലുള്ള എല്ലാവരോടും ചോദിച്ച് ആ കൊച്ച് എവിടുന്ന് വന്നതാണോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. ഏത് ദിവസം ആ കുഞ്ഞ് ചിന്നുന്റെ കയ്യിലെത്തിയത്? കഴിഞ്ഞ ആഴ്ച 3-ാം ദിവസം. ബുധനാഴ്ചയോ? ആ ആ. ഒരു കാര്യം ചെയ്, ചൂര്യൻ അരമണിക്കൂർ പുറത്തിരിക്കേ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓ. ആ പ്രസാദ്, കാണാതായ കുഞ്ഞിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. റൈറ്ററോട് പറഞ്ഞ് എത്രയും വേഗം ബോബനോടും റിച്ചാർഡിനോടും ഇവിടെ എത്താൻ പറയൂ. എത്രയും വേഗം. ഓക്കെ? എനിക്ക് തോന്നുന്നത് കുഞ്ഞിനെ പറ്റി എന്തോ വിവരം കിട്ടിയിട്ടുണ്ടെന്നാ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നു. അത് വേണ്ട ടീന. ഒന്നാമത് നിനക്ക് വയ്യ. പിന്നെ അവിടെ ചെല്ലുമ്പോ നല്ല വാർത്ത അല്ലെങ്കിൽ അത് നിന്റെ ആരോഗ്യത്തെ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കും. എന്തുണ്ടായാലും അതൊക്കെ താങ്ങാനുള്ള മനക്കെട്ട് എനിക്കുണ്ട്. അഥവാ മോനിപ്പോ SP ഓഫീസിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് വെക്ക്. സെലീന ബോബനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ സെലീന പിന്നെയും ബോബന്റെ കൈ തന്നെ കൊടുത്തുവിടും. പിന്നെ അവനെ തിരിച്ചു കിട്ടാൻ പാടാ. ഞാനും കൂടി വന്നാ മോനെ ഇങ്ങ് കൊണ്ടുവരാൻ എനിക്കറിയാം, ആരൊക്കെ എതിർത്താലും. ഏയ്, മോനവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിളിച്ച പോലീസുകാരൻ പറയത്തില്ലേ? നീ ഇപ്പൊ വരാതിരിക്കാൻ നല്ലത്. അല്ല, ഞാനും വരുന്നു.